നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ വിരാട സ്വരൂപ വർണ്ണനമെന്ന 6ാമത്തെ ദശകത്തിലെ അന്തിമ ശ്ലോകം 10ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ഈദൃഞ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹുഃ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഈദൃക് ജഗന്മയ വപുഹു തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയം ആഹുഹു തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനെ തേ വാതാലയാധിപ നമഃ അസ്തു നിരുന്ധി രോഗാൻ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഈദൃക് തവ ജഗന്മയ വപുഹു കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയം ആഹുഹു ഹേ വാതാലയാധിപ തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനെ തേ നമഃ അസ്തു ത്വം മേ രോഗാൻ നിരുദ്ധി. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. കർമ്മികൾക്ക് കർമാവസാനമായ മോക്ഷകാലം സമാഗതമാകുമ്പോൾ സ്മരിക്കാൻ യോഗ്യമാണ് അങ്ങയുടെ വിശ്വാത്മക സ്വരൂപമെന്ന് അഭിജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, വിശ്വത്തിൻ്റെ അന്തരാത്മസ്വരൂപനും പരിശുദ്ധാത്മാവുമായ അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ. ഹേ ഭഗവാനെ, എൻ്റെ സർവ്വരോഗങ്ങളെയും ശമിപ്പിക്കണമേ. 6ാം ദശകത്തിലെ അന്തിമ ശ്ലോകം 10ാമത്തെ ശ്ലോകമാകുന്നു ഇത്. ഒരു ദശകമെന്നാൽ 10 ശ്ലോകങ്ങളുടെ സമാഹാരമാകുന്നു ഒരു ദശകം. ഇങ്ങനെയുള്ള 100 ദശകങ്ങളാണ്, 1000 ശ്ലോകങ്ങളാണ് അദ്ദേഹം രചിച്ചത്. നമസ്തേ.